ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലസ്തീനിലെ ഹമാസ് ഭീകരർ തുടങ്ങിവെച്ച യുദ്ധം ഇന്ന് വിവിധ ലോക രാജ്യങ്ങളെ കൂടി ഈ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഇറാൻ ആയിരുന്നാലും ഇസ്രായേൽ ആയിരുന്നാലും ഈ വിഷയത്തിൽ ഇടപെടേണ്ടുന്ന കാര്യമേ ഉണ്ടായിരുന്നില്ല. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയം അങ്ങനെ അവസാനിക്കേണ്ടതിന് പകരം ഹമാസ് ഭീകരർ ഇസ്രായേലിനെ ചൊറിയുകയും ഇസ്രായേൽ തിരിച്ചു മാന്തിപ്പൊളിക്കുകയും ചെയ്തപ്പോൾ ഇവർ വിവിധ സംഘടനകളുടെയും ഭീകര രാജ്യങ്ങളുടെയും സഹായം തേടി. അങ്ങനെയാണ് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും യമനിൽ നിന്ന് ഹൂതികളും ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന യമൻ സൈന്യവുമൊക്കെ ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്നത്. തുരങ്കമാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയും എന്നു വേണ്ട സകലമാന മാർഗത്തിലൂടെയും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും ഇറാൻ ഇസ്രായേലിനോട് ചൊടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സൈനിക കമാൻഡർമാരടക്കം നിരവധി പ്രമുഖരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങളാണ് ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്നത്. ഇറാൻ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾക്ക് സമീപം വ്യോമ അതിർത്തിയിലൂടെ മിസൈലുകൾ അയക്കുകയും ചെയ്തതായി 48 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് പറഞ്ഞത്. അമേരിക്കയും ഇസ്രായേലും മറ്റ് 46 രാജ്യങ്ങളുമാണ് ഇറാന്റെ ആക്രമണത്തെ അസന്നിഗ്ധമായി അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഏപ്രിൽ 1-ാം തീയതി സിറിയയിലെ ഡമസ്കസിൽ ഇറാന്റെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച് മുതിർന്ന സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതിനു പകരമായി ശനിയാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ 300ഓളം മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇത് കാര്യമായ നാശനഷ്ടങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനും കാരണമായേക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ മറ്റ് നിരവധി രാജ്യങ്ങളുടെ വ്യോമ അതിർത്തി ലംഘിച്ചതായും ഇവർ ചൂണ്ടിക്കാണിച്ചു. പ്രസ്താവനയിൽ ഒപ്പിട്ടതിൽ പകുതിയിലധികവും യൂറോപ്യൻ രാജ്യങ്ങളാണ്. അമേരിക്കയ്ക്ക് പുറമെ അർജന്റീന, ഓസ്ട്രേലിയ, കാനഡ, ഇക്വഡോർ, ജപ്പാൻ, ന്യൂസിലാൻഡ്, മൈക്രോനേഷ്യ, പലാവു, പാപ്പുവ ന്യൂഗിനിയ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ധാരാളം രാജ്യങ്ങൾ ഇറാന്റെ ഈ ഒരു നടപടിക്കെതിരെയുള്ള അപലപിച്ചുകൊണ്ടുള്ള കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പോ ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇസ്രായേലിനെതിരായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ തീരുമാനം. ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇറാൻ പ്രതിരോധ മന്ത്രാലയം, മിസൈൽ, ഡ്രോൺ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവയുടെ നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടാണ് ഉപരോധമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പ്രസ്താവനയിൽ അറിയിച്ചു. ആക്രമണത്തിന് ശേഷം G7 നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കൂട്ടായി പ്രവർത്തിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. തങ്ങളുടെ സഖ്യകക്ഷികളും പങ്കാളികളും ഇറാന്റെ അസ്ഥിരപ്പെടുത്തുന്ന സൈനിക നടപടികളെ നിയന്ത്രിക്കാൻ അധിക ഉപരോധങ്ങളും നടപടികളും സ്വീകരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. അതേസമയം ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിന് ഇതുവരെ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. ആക്രമണത്തിന്റെ സ്വഭാവം ഏത് രീതിയിലാകണമെന്നതിൽ യുദ്ധകാല ക്യാബിനറ്റിൽ തീരുമാനമായിട്ടില്ല. മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ഇസ്രായേലിനോട് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ആവശ്യപ്പെട്ടു. ആണവ സംവിധാനങ്ങളെ ആക്രമിച്ചാൽ സമാനമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറലായ അഹമ്മദ് ഫക്തലാബ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ആണവ സംവിധാനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ തങ്ങളുടെ പക്ഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ തിരിച്ചടി സാധ്യത മുന്നിൽ കണ്ട് ഇറാൻ ചെങ്കടലിൽ നിന്ന് ചാരക്കപ്പൽ പിൻവലിച്ചെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 30 വരെ ഇറാൻ വ്യോമപാതയിലൂടെ വിമാന സർവീസ് നടത്തില്ല എന്ന് ജർമ്മൻ കൽപ്പനി ലുഫ്താൻസ അറിയിച്ചു. ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. മേഖലയിൽ യുദ്ധഭീതി കനക്കുന്നതിനിടയിൽ ഇസ്രായേലിലെ ശാരീരിക മാനസിക ആരോഗ്യം സംബന്ധിച്ച് പഠനഫലം പുറത്തുവന്നു. പൂർണ്ണ ആരോഗ്യമുള്ളവരുടെ ശതമാനക്കണക്കിന് 61-ൽ നിന്ന് 46-ലേക്ക് താഴ്ന്നു.
അതേസമയം ഗാസയിൽ വെടിനിർത്തൽ സാധ്യത വീണ്ടും മങ്ങി തുടങ്ങി. മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതിനിടയിൽ പുനഃപരിശോധന നടത്തുകയാണ് എന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ചിലർ ചെറു രാഷ്ട്രീയ താൽപര്യത്തിനായി ചർച്ചകളെ ഉപയോഗപ്പെടുത്തുകയാണെന്നും ഖത്തർ അമീർ പ്രതികരിച്ചു. എന്നാൽ ഇതൊന്നും കണ്ട് മിണ്ടാതെ നോക്കിയിരിക്കാൻ ഇസ്രായേൽ എന്ന സാങ്കേതിക മികവുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇറാന് നേരെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇസ്രായേൽ. ഇറാന്റെ വടക്കൻ നഗരമായ ഇസ്ഫഹാനിലെ വിമാനത്താവളത്തിന് നേരെയാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് രാജ്യത്ത് വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. CNN നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ആക്രമണത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് അമേരിക്ക പ്രതികരിച്ചു. അപകടത്തിൽ പരിക്ക് പറ്റിയവരെ കുറിച്ചും മറ്റ് നാശനഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാന് ശക്തമായി തിരിച്ചടി കൊടുത്ത ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഇറാനിയൻ നഗരമായ ഇസ്ഫഹാനിലാണ് മിസൈൽ പതിച്ചത്. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതോടെ ഇറാൻ പ്രതിരോധ സംവിധാനവും സജ്ജമായി. ഇറാനിയൻ എയർപോർട്ടിൽ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയതായി അമേരിക്കൻ അധികൃതരെ ഉദ്ധരിച്ച് ABC ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇസ്ഫഹാനിൽ കനത്ത സ്ഫോടന ശബ്ദം കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്കയുടെ പ്രതികരണം. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായ നതാൽസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം മിസൈൽ ആക്രമണ വാർത്ത ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. മിസൈൽ ആക്രമണമില്ല, ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നും അത് ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പായി ഞങ്ങൾ തകർക്കുകയാണ് ചെയ്തത് എന്നും ഇറാൻ പ്രതികരിക്കുന്നു. അതേസമയം മധ്യനഗരമായ ഇസ്ഫഹാന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി രാജ്യത്തിന്റെ ഔദ്യോഗിക ബ്രോഡ്കാസ്റ്റർ പറഞ്ഞതിനു ശേഷം ഇറാൻ നിരവധി നഗരങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിസൈലുകൾ തൊടുത്തുവിട്ടതായി ചില മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ മിസൈൽ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായും ഇറാൻ പറയുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം പുകയുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. നിരവധി ഡ്രോണുകൾ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധം വിജയകരമായി വെടിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഒന്നുമില്ലെന്നും ഇറാന്റെ ബഹിരാകാശ ഏജൻസി വക്താവ് ഹൊസൈൻ ഡാലിയർ പറഞ്ഞു. ഇറാനിലെ സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് ശേഷം ഇപ്പോൾ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. ടെഹ്റാനിലെ ഇമാം ഖൊമാനി ഇന്റർനാഷണൽ എയർപോർട്ട് എല്ലാ എയർപോർട്ടുകളും അടച്ചിട്ടതായി US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡാറ്റാബേസിൽ എയർമാൻമാർക്ക് നൽകിയ അറിയിപ്പിലാണ് ഇത് പറയുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാന് മുകളിലൂടെ പറക്കുന്ന ചില എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങൾ വ്യോമ അതിർത്തിയിൽ നിന്ന് പെട്ടെന്ന് കുത്തനെ തിരിഞ്ഞതായി ട്രാക്കിംഗ് വെബ്സൈറ്റ് ഫ്ലൈഡർ റഡാർ 24 കാണിച്ചിരിക്കുന്ന ഫ്ലൈറ്റ് പാതകൾ പറയുന്നത്രേ. വാരാന്ത്യത്തിൽ ഇറാൻ 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മേഖല സംഘർഷഭരിതമാകുന്നതും യുദ്ധ സാഹചര്യം ഉയരുന്നതും ലോകരാഷ്ട്രങ്ങൾ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. നന്ദി.